ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങ ചിരവിയതാണ്, പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ്, അതായത് കൊച്ചുള്ളി. അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനുങ്ങനെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് തേങ്ങയും ഈ അരിഞ്ഞു വെച്ച ചെറുള്ളിയും കുറച്ച് ഉലുവ കൂടെ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം, തിരുമ്മിയെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് അരിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അരി നല്ലപോലെ കഴുകിയിട്ട് അതും ഈ നമ്മൾ ചേർത്ത് വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ, പിന്നെ ഉലുവ, ചെറുള്ളി എല്ലാതും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കണം. നല്ലപോലെ മിക്സ് ആവണം കേട്ടോ. ഉമ്മാൻ്റെ പണിയാണ് ഇതൊക്കെ, ഉമ്മയാണ് ചെയ്യണേ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. നമുക്കതിനെക്കുറിച്ച് അറിയൊന്നുമില്ല, ഉമ്മാക്കാണ് അറിയാം. അപ്പോൾ ഉമ്മ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്ത് ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഉമ്മ കുറേ ടൈം കൈ കൊണ്ട് നല്ലപോലെ അതിനെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മഞ്ഞൾപ്പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. തേങ്ങാച്ചോറിൽ ചില ഭാഗങ്ങളിലൊക്കെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറുണ്ട്, ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഉപ്പ് കുറവായപ്പോൾ ഉമ്മ വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കുന്നുണ്ട്, വേവുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 5 നാഴി അരിക്ക് നമ്മുടെ ഈ കയ്യിൻ്റെ ഇങ്ങനെ 5 പാടുണ്ടാവുമല്ലോ കയ്യിൻ്റെ ഉള്ളിൽ, 5 പാടിൻ്റെ ഒരു കണക്കൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ചോറിൻ്റെ മുകളിൽ എത്ര വെള്ളം അതിങ്ങനെ ആ വരയുടെ അതുവരെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. വെള്ളം ഓവറായി കഴിഞ്ഞാൽ പിന്നെ റെഡി ആവില്ല, ചോറിങ്ങനെ വെള്ളം പിഴിഞ്ഞ പോലെ. അപ്പോൾ ഫൈനലി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാകമായോന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചോറ് ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളമൊക്കെ വെക്കാനുണ്ട്, ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചിക്കൻ കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് സവാളയാണ്. സവാള അരിഞ്ഞത് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് എണ്ണയ്ക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ വഴണ്ടി വരും. അപ്പോഴേക്കും കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം പാടുന്ന മിക്സിയിലിട്ട് എടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴറ്റിയ വലിയ ഉള്ളിക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാ പേസ്റ്റും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴറ്റുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ ആ പച്ചമണം മാന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റി ആ സ്മെല്ല് അങ്ങോട്ട് മാറിക്കിട്ടണം, പച്ചമണം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ടൊമാറ്റോ ചേർത്തിട്ടില്ല, അപ്പോൾ അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കും. പിന്നെ ഒരു സ്മെല്ലുണ്ടാവും, ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പില, മല്ലിയില ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും അതിലോട്ട് ആ എണ്ണയിലോട്ട് ഇടണം. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ കിട്ടും. എല്ലാം ഭാഗത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച്
അതിനനുസരിച്ച് ഇട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നല്ലതാണെന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ആ സ്മെല്ലൊക്കെ പച്ചമുളകൊക്കെ ഇങ്ങനെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴുകി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ അരച്ച് വെക്കാം. ഒരു 2 വിസിൽ വന്നിട്ട് നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ വെക്കുന്നത്. റെഗുലേഷൻ തേങ്ങ അരച്ച് വെച്ചത് ഒഴിക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് അതിന് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലേക്ക് ഒന്ന് ചേർക്കാൻ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറും പപ്പടം കാച്ചിയതും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും